ട്രെയിലർ കണ്ടിട്ട് ഞാൻ ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ചൊരു പടമായിരുന്നു അഞ്ച് കള്ളക്കോക്കാൻ. കാരണം ഞാൻ സ്ഥിരം പോകുന്ന തിയേറ്ററിൽ എപ്പോഴും ഇടുന്നൊരു ട്രെയിലറായിരുന്നു കുറേ കാലമായിട്ട്. സോ ഇത് കണ്ട് മടുത്ത്. സോ ഇത് അപ്പോഴേ ഒരു കണക്ഷൻ ഇല്ല, പിന്നെ പടം വെറുതെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചൊരു പടമാണ്. പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറേ സജഷൻസ് കിട്ടി. സോ അങ്ങനെയാണ് ഇതൊന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കിയത്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ ട്രെയിലർ പോലെയല്ല, ഇത് പ്രോപ്പറായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും കണക്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ അതുമില്ല. സോ ഇതെല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു പടമാണ്. ഒരു വൈബുണ്ട്, ആ വൈബ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഒരു സിനിമ പക്ഷേ പ്രോപ്പർലി എൻഗേജിങ് ആയിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ബോറടിച്ച് ചാവും. കാരണം ഈ സിനിമ ഒരു കോമിക് ബുക്ക് മൂവി പോലെയാണ്. എന്നാൽ നമ്മൾ സ്ഥിരം കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു കോമിക് ബുക്ക് മൂവി പോലെയല്ല. ഇതൊരു എൻറ്റയർലി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ജോണറിൽ പോകുന്നൊരു മൂവിയാണെന്ന് പറയാം. ഇന്ന പർട്ടിക്കുലർ ജോണറിൽ ഒതുങ്ങി നിൽക്കുന്നൊരു സിനിമ എന്ന് പറയാൻ പറ്റില്ല. കാലാവസ്ഥ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനും അതുമായി ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. പക്ഷെ അതിലെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, ആ നാട്ടിലെ കുറച്ച് ആൾക്കാർ, അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ചെറിയ കഥ. നമ്മളിപ്പോൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള വളരെ ലൈവനായിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. പക്ഷെ അതിൻ്റെ എക്സിക്യൂഷനിലാണ് ഈ സിനിമ പിടിച്ചിട്ടുള്ളതെന്ന് പറയാം. കാരണം സിനിമയുടെ ആ ഒരു പേസിങ് പല തരത്തിലാണ്. ഈ സിനിമ എനിക്ക് ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ആക്ടിൽ സിനിമ ഇഷ്ടപ്പെട്ടേ ഇല്ല, ഇറങ്ങിപ്പോയാലെന്നൊക്കെ ആദ്യം തോന്നി ഇനീഷ്യലി തന്നെ. ഇതാണ് ഇപ്പോൾ ഇതിപ്പോൾ ട്രെയിലർ കണ്ട പോലെ തന്നെ ഒന്നുമില്ലല്ലോ ഇത് പ്രത്യേകിച്ച് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ സിനിമയുടെ ആ ഒരു പേസിങ് മാറും, അതിൻ്റെ ഒരു നറേഷൻ മാറും, അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് വിധം മാറും. സെക്കൻഡ് ആക്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ആക്ടിൽ കണ്ട പോലെയല്ല, എൻ്റയർലി സിനിമയുടെ ആ ഒരു പേസിങ് മുഴുവനായിട്ട് മാറി. സാധാരണ നമ്മൾ സിനിമകൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന പോലെയല്ല. ഇതിൻ്റെ ആ ഒരു 3x സ്ട്രക്ചറിൽ തന്നെ എനിക്ക് വലിയ വ്യത്യാസമുണ്ട് സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ. സോ സെക്കൻഡ് ആക്ട് പോലെയല്ല തേർഡ് ആക്ട്, അത് അട്ടർ സ്പീഡായിട്ട് ഇതിനെക്കാട്ടിലും ഭയങ്കര. ഇതുവരെ നമ്മൾ ആ ഫസ്റ്റ് ആക്ട് വെച്ച് തേർഡ് ആക്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പോലും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള അങ്ങനെ 3 പേസിങ്ങിലാണ് സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു കുറച്ച് നേരം ആ ഒരു ഫസ്റ്റ് ആക്ടിൽ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടും എന്ന രീതിയിലാണ് സിനിമ പോകുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ സാധാരണ സിനിമകൾക്കൊക്കെ ഉള്ള ആ ഒരു പേസിങ് അതൊരിക്കലും മാറില്ല. സിനിമ തുടങ്ങും മുതൽ അവസാനം വരെ അങ്ങനെയായിരിക്കും. ഇതിലങ്ങനെയല്ല, തുടങ്ങുന്നത് വേറൊരു തരത്തിൽ, പിന്നെ ഗ്രാഫ് പിന്നെ കുറച്ചൊന്ന് പോകും, പിന്നെ അങ്ങോട്ട് ഒരു പോക്കാണ്. ഇങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് വിധം തന്നെ. ആ ഒരു 3 ആക്ടും 3x സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന വിധം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അധിക സിനിമകളിൽ ഞാൻ കാണാത്ത, അതിൽ തന്നെ പുതിയൊരു എക്സ്പെരിമെൻ്റ് നടത്തിയൊരു മൂവി ആയിട്ട് തോന്നി. സോ ആ ഒരു പേസിങ്ങിലാണ് പിടിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു പക്ഷേ സിനിമ ഇഷ്ടപ്പെടാതെ പോയേനെ. ആ ഒരു പർട്ടിക്കുലർ സ്പോയിലർ അല്ല, നമ്മളിപ്പോൾ ട്രെയിലറിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ തന്നെ നമ്മളൊരു പാട്ട് കാണും, ഒരു കള്ള് ഷാപ്പിനകത്തുള്ളത്. അവിടെ മുതലാണ് എനിക്ക് സിനിമ ഹുക്കായി തുടങ്ങിയത്. അതുവരെ എനിക്ക് ഒരു സാധാരണ സിനിമ കാണുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് വിധത്തിൽ ഒരുപാട് നോൺ ലിനിയർ കാര്യങ്ങളൊക്കെ വരും. അതുവരെ വളരെ ലിനിയറായിട്ട് വളരെ ക്ലീഷേഡായിട്ട് പോയിക്കൊണ്ടിരുന്ന സ്റ്റോറി ലൈനിൽ ആദ്യ അവസാനം കാണിച്ചത് എന്തിനാണെന്നുള്ളത് അല്ലെങ്കിൽ ഓരോ സീനും ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്താണ് സിനിമ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി തുടങ്ങിയത്, ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങിയത്. സോ ഈ രീതിക്ക് കുറച്ച് ക്ഷമ വേണം ആദ്യം, അത് കഴിഞ്ഞാൽ പിന്നെയാണ് അങ്ങനെ ഇഷ്ടം എന്നുള്ള രീതിയിലാണ് സിനിമ ഒരുക്കി വെച്ചിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റൈലിസ്റ്റ് മേക്കിംഗ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക്, അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് കണ്ട ചില സിനിമകളിലൊക്കെ മ്യൂസിക് സിങ്ക് ആവാത്ത പോലെ തോന്നി. കാരണം സീനിൻ്റെ എലിവേഷൻ ഇല്ല, പക്ഷേ മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. ചിലത് നേരെ തിരിച്ചു വരും. പക്ഷേ ഇതിലങ്ങനെയല്ല, ആ എലിവേറ്റഡ് സീനിന് പറ്റിയ രീതിയിലുള്ള കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർസും സൗണ്ട് ഇഫക്ട്സ് ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ സൗണ്ട് മിക്സിങ്, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാം. അത് കഴിഞ്ഞ് അതിൻ്റെ മേക്കിംഗ്, സിനിമാറ്റോഗ്രഫിയൊക്കെ തന്നെ. ദെൻ ആ ഒരു ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് കുറേയൊക്കെ പ്രഡിക്റ്റബിളാണ്. ഒക്കെ ഇതായിരിക്കും നടക്കാൻ പോകണമെന്നൊക്കെ അറിയാം. പക്ഷെ അതെങ്ങനെ നടക്കും എന്നുള്ള ആ ഒരു എക്സിക്യൂഷൻ, അതിൻ്റെ ആ ഒരു സ്റ്റേജിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. സോ ലിമിറ്റഡ് ക്യാരക്ടേഴ്സ്, അവരെ തന്നെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. സോ അവരിലുണ്ടാകുന്ന ചെറിയ ട്രാൻസ്ഫോർമേഷൻ, ചെറിയ ട്വിസ്റ്റുകളൊക്കെ തന്നെ വെച്ചിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എൻഗേജിങ് ആണ് പടം. ഒരു 2-2.5 മണിക്കൂർ നമുക്കിങ്ങനെ കണ്ണെടുക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പക്ക എൻഗേജിങ് എൻ്റർടൈനർ തന്നെയാണെന്ന് പറയാം. ഈ സിനിമ ഇന്ന സിനിമ വെച്ചിട്ട് ഇത് ഏതുപോലെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ രീതിയിൽ ഈ ഒരു 3x സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന അധിക സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് ഇത് ഇന്ന സിനിമയായിട്ട് അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു പടം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്നു പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേണമെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ആൻ്റണി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡബിൾ ബാരൽ പോലെയുള്ള സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അതുപോലത്തെ സിനിമയല്ല അത് വെച്ച് കമ്പയർ ചെയ്യരുത്, ആ സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഭയങ്കര ലൗഡായിട്ടുള്ള ഫുൾ ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരു എൻഗേജിങ് എൻ്റർടൈനർ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് കയറാം. അമിത പ്രതീക്ഷകൾ വയ്ക്കരുത്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഇന്ന സിനിമ പോലെ ഉണ്ടാവും എന്ന് വിചാരിച്ച് കയറിയ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഇതുവരെ കാണാത്ത രീതിയിലുള്ള, അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത
എന്തോ ഒരു പുതിയ സാധനം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, അതും ക്ലീഷേഡ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ്, മേക്കിങ്ങിൽ എന്തൊക്കെയോ പുതുമയുള്ളൊരു സിനിമ കാണാൻ പോകുന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു വൈബുള്ളൊരു പടം തന്നെയാണ് ഈ ഒരു അഞ്ചക്കള്ളക്കോക്കൻ എന്ന് പറയാം. ഇവിടെ ആ ഒരു ടൈറ്റിൽ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഇന്നർ ലെയർ ആൻഡ് ഡീപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഫൈനൽ ആക്റ്റിൽ റഷ് ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. പക്ഷേ ഇറങ്ങി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെയൊക്കെ ഇന്നർ ഡീപ്പർ മീനിങ്സ് ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ പ്രേക്ഷകർക്ക് അങ്ങനത്തെ തരത്തിലുള്ള ഒരു ഫീല് നൽകാൻ ഈ സിനിമയുടെ ആ ഒരു മേക്കേഴ്സിനും സ്റ്റോറി ബോർഡിനും ഇവിടെ ആ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേസിംഗ് ആണ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായത്. അതൊരു 20 കിലോമീറ്റർ സ്പീഡിൽ തുടങ്ങി, പിന്നെ അതൊരു 80 ആവും, പിന്നെ അതൊരു 200 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ആ ഒരു 3 ആക്ട് സ്ട്രക്ചറിനെ അതിഗംഭീരമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവി. അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ട്രെയിലർ ഇഷ്ടമായില്ല, പക്ഷേ സിനിമ ഇഷ്ടമായി. അതുപോലെ തന്നെ ട്രെയിലർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല, പക്ഷേ കണ്ടാലേ അറിയുള്ളൂ. ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, ഒരു പക്ഷേ ഇഷ്ടപ്പെടും. സോ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.